കിച്ചുവിന് പൈസ അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ടും പൊക്കി പിടിച്ചുകൊണ്ട് രേണുസുധയുടെ കുറച്ച് ഫ്രണ്ട്സ് എന്ന് പറയുന്ന അലവലാദികൾ ഇറങ്ങിയിട്ടുണ്ട്. അലവലാദികൾ തന്നെ വിളിക്കും. കാരണം ആ ചെറുക്കന് 100, 200, 350, 500 ഇങ്ങനെ പൈസ അയച്ചു കൊടുത്തത് വലിയ എന്തോ സംഭവമായിട്ട് ആ സ്ക്രീൻഷോട്ടും പൊക്കി പിടിച്ച് വന്നിട്ടുണ്ട്. എന്നിട്ടോ ആ പൈസ അതിൽ ഹൈഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. എന്ത് മാങ്ങാത്തൊലിക്കാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് അത്രയ്ക്ക് ഇതുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആ പൈസ വെച്ച് അങ്ങ് കാണിച്ചു കൊടുക്കണം. അത് കാണിച്ചു കൊടുക്കാതെ ആ പൈസ മൊത്തം അവിടെ ഹൈഡ് ചെയ്തിട്ട് നോക്കൂ അയച്ചു കൊടുത്തേക്കുന്നു. എന്തിന്? ആരെ കാണിക്കാൻ, ആരെ ബോധിപ്പിക്കാൻ? ഇവരുടെയൊക്കെ വെളുപ്പിക്കൽ ഉണ്ടാത്തോന്ന് ലക്ഷക്കണക്കിന് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. 300, 350, 500 ഇതാണ് ഇവർ കഴിച്ചു കൊടുത്ത പൈസ. അവൻ്റെ വീട്ടിൽ ഒരു ഉളുപ്പുമില്ലാതെ കയറി താമസിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പൈസ അയച്ചു കൊടുത്തതാണ് വലിയ കാര്യം. എന്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോൾ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചതാണ്. നിങ്ങൾക്ക് നാണമാകുന്നില്ല? ഞങ്ങളല്ല പറഞ്ഞത്, കിച്ചു ആ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തായാലും പറയാണ്ട് പോയി കിച്ചുവിൻ്റെ അടുത്ത് ചോദിക്കണം. എടാ നിനക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ പറയാന്നുള്ളത്? നിങ്ങൾ അവിടെ പോയി ചോദിക്കുക. നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് നാണമാകുന്നില്ലേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ എന്ത് പറയാനാ? ഞങ്ങൾ കണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെ പോയെന്നുള്ളത്. പറയുന്നത് സുധിച്ചേട്ടൻ മരിച്ചു കിടന്നതിൻ്റെ ആ അടക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് പോലും ഞാൻ കിച്ചു എന്തോ എനിക്ക് ഫുഡ് തന്നപ്പോഴാണ് ഞാൻ ഇച്ചിരി വെള്ളം ഇറക്കുന്നത്, കഴിക്കുന്നത്. ഒരു പൊറോട്ട എന്തോ മേടിച്ചു തന്നപ്പം മനസ്സിലായോ? അന്നത്തെ ദിവസം ആ അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പച്ച വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല. കിച്ചു എവിടെയും പറഞ്ഞിട്ടില്ല രേണുസുധി 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു എന്നുള്ളത്. പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ കേട്ടിട്ടില്ല. ഇതിപ്പോൾ വേറൊരു വിഷയം കിട്ടാതെ ഇപ്പം ഇതിൽ പിടിച്ചങ്ങ് കയറിക്കോളാം. അതാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ്. വേറെ ഒരു വിഷയമില്ല. ഇതൊരു നല്ലൊരു ടോപ്പിക്കാണല്ലോ. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കുറച്ച് നാളത്തേക്ക്. അപ്പം എന്ത് ചെയ്യുക? ഇതിലങ്ങ് കയറി പിടിക്കുക. അല്ലെങ്കിൽ മര്യാദക്ക് പോയിരുന്ന് അവരുടെ വീഡിയോ കണ്ടിട്ട് വാ. കിച്ചുവിൻ്റെ വീഡിയോ, കിച്ചു എന്താ പറഞ്ഞതെന്നുള്ളത് അറിഞ്ഞിട്ട് വാ. ഇത് കിച്ചു ഒന്നും പറഞ്ഞില്ല. ഇവരെവിടെ നിന്നൊക്കെയോ മെനഞ്ഞെടുത്ത് കുറേ എണ്ണം കൊണ്ടുവന്നിരുന്നിട്ട് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു. കുടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സുചാൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ പോയിട്ടില്ലല്ലോ. ഫ്ലവേഴ്സിലും 24 ഞാൻ പോയിട്ടില്ല. ഞാൻ കാണുന്ന ചേട്ടൻ മരിച്ചിട്ട് പിറ്റേ ദിവസം ഡെഡ് ബോഡി അവർ കൊണ്ടുവന്ന് 8:30 നമ്മുടെ പൊങ്ങന്നാനം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യം സംസാരിക്കരുത്. ഞാൻ അവിടെ തളർന്ന് കിടക്കുമായിരുന്നു. ഞാൻ പോയിട്ടില്ല സുചാനെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ. നിങ്ങൾ ആരോട് വേണ്ട ചോദിച്ചു? നിങ്ങൾ എന്തിനാ ഈ കള്ളത്തരം പറയുന്നത്? ഇതൊന്നും പറഞ്ഞത് ഞങ്ങളല്ല, നിങ്ങൾ മീഡിയാസിൻ്റെ മുന്നിൽ എൻ്റെ മോൻ എന്ന് പറഞ്ഞ് കുറേ നാളെ കൊണ്ട് നടന്നില്ലേ? ഉടായിപ്പം കാണിച്ചിട്ട്, പുറത്തൊന്നും അകത്തൊന്നും കാണിച്ചിട്ട് അവൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് കിച്ചു പറഞ്ഞ കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ കിച്ചുവിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയും പറയുകയും ചെയ്യും. അത് ചെയ്യാതെ വീഡിയോ ആയിട്ട് ഇറങ്ങിക്കുന്നു. ഈ ഉളുപ്പില്ലാതെ തള്ള ഇവിടെ ഇരുന്ന് കരഞ്ഞ് മെഴുകി വീഡിയോ ഇടും. അപ്പുറത്ത് സബ്സ്ക്രിപ്ഷനിൽ കൊണ്ടുപോയിട്ട് അവർക്കായിട്ടുള്ള വേറെ വീഡിയോ ഇടും. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കുന്നേ? ഞങ്ങളെ കാണിക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ ബോധിപ്പിക്കാനോ? കരഞ്ഞ് മെഴുകി വീഡിയോ ഇടുക. നമുക്ക് റിയലായിട്ട് ഒരു സങ്കടം വിഷമോ വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് പോയിട്ട് സബ്സ്ക്രിപ്ഷനിലുള്ള ആൾക്കാർക്ക് വീഡിയോ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഇതിവിടെ കരഞ്ഞ് മെഴുകി ഇരുന്ന് വീഡിയോ ഇടും, അപ്പുറത്ത് സബ്സ്ക്രിപ്ഷനിൽ പോയിട്ട് അവർക്കുള്ള വീഡിയോ ഇടും. ഒരു എളുപ്പമില്ലാതെ സാധനം. ഇനി ഈ സാധനത്തിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയ കുറേ ഐറ്റംസ് ഉണ്ട്. അവരുടെ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. കിച്ചു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, കിച്ചുവിന് കിച്ചുവിൻ്റെ എല്ലാ ചിലവിനുമുള്ള ക്യാഷ് രേണു കൊടുക്കുന്നുണ്ട്. എൻ്റെ മോൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമല്ലേ? അപ്പോൾ പിന്നെ അവരല്ലാണ്ട് പിന്നെ വേറെ ആര് കൊടുക്കണം? നാട്ടുകാർ കൊടുക്കണം എന്ന് പല കമൻസ് ആണ്, അല്ലെങ്കിൽ പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഇവളെന്താ 3-4 അമ്മയല്ലേ, അല്ലെങ്കിൽ ഇവള് ചിലവിന് കൊടുക്കുന്നില്ല, ആ കൊച്ചിനെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് വെക്കാം. ആ സ്ക്രീൻഷോട്ടിൽ ഞാൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് വെക്കുകയാണെങ്കിൽ അന്തസ്സായിട്ട് ധൈര്യമായിട്ട് എമൗണ്ട് കാണിച്ചുകൊണ്ട് സ്ക്രീൻഷോട്ട് വെക്കണം. അതല്ലാതെ 10, 100, 300 പൈസ കൊടുത്തിട്ട് ഞാൻ വലിയ എന്തോ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന പോലെ നാടകം ഉടായ്പും കൊണ്ട് ഇറങ്ങരുത്. മനസ്സിലായോ? നിങ്ങളത് വെക്കുന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ധൈര്യമായിട്ട് ഇത്ര എമൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് നിങ്ങൾ വെക്കേ. അല്ലാണ്ട് ഇമാതിരി തെണ്ടിത്തരം കാണിക്കുകയല്ല വേണ്ടത്. എന്നിട്ട് അതിനൊരു കാരണം പറയുന്നത് എന്തുവാ? രേണു അത്ര ചീപ്പല്ല. ഈ കാണിക്കുന്നതൊന്നും പിന്നെ ചീപ്പ് പരിപാടിയേ അല്ല. അവർക്ക് അത്രയ്ക്ക് ഇതുണ്ടായിരുന്നെങ്കിൽ ഇവർ ഈ സാധനം കാണിക്കത്ത പോലും ഇല്ലായിരുന്നു. അതായത് നമ്മുടെ കിച്ചുവിൻ്റെ അക്കൗണ്ടിലോട്ട് രേണു ഇട്ട് കൊടുത്ത ക്യാഷാണ്. ആ എമൗണ്ട് ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, രേണു തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്,
മേഡം ഈ ഒരു എമൗണ്ട് പുറത്ത് വിടണ്ട, കാരണം അത്രയ്ക്ക് സ്വന്തം മോനാണെന്നുള്ള ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇമാതിരി തെണ്ടിത്തരം അവർ കാണിക്കത്തില്ല. ഇതേപ്പം എന്തായാലും അവൻ കാരണം ഞാൻ നാറി, ഇനി കുറച്ച് അവനും കൂടെ നാറട്ടെ എന്നുള്ള രീതിയിലാണ് രേണുസുതി ഈ സ്ക്രീൻഷോട്ട് പുറത്ത് വിട്ടെ. പക്ഷെ ഇപ്പം ശരിക്കും ആരാ നാറിയേ? രേണുസുതി. താല്പര്യമില്ല. കിച്ചു വന്ന് ഇത്രയും ഡയലോഗ് അടിച്ച് കിച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാഷ് കൊടുക്കുന്നുകൊണ്ടാണ്. ഇതും തന്നില്ല. ഞാൻ ഒത്തിരി റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾ ഒത്തിരി പറഞ്ഞ് നമ്മൾ ചോദിച്ച് മേടിച്ചൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ എന്തെല്ലാം വെക്കുന്നുണ്ട് നിങ്ങളൊന്ന് നോക്കുക, കണ്ടു നോക്കാം. ഈ മാസത്തെ മാർച്ച് മാസത്തെ കണക്കാണ്. ലാസ്റ്റ് ആയിട്ട് 24-ാം തീയതി രേണുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും കിച്ചുവിൻ്റെ അക്കൗണ്ടിലോട്ട് ക്യാഷ് പോയിട്ടുണ്ട്. 24-ാം തീയതി, 20-ാം തീയതി, 18-ാം തീയതി, 17-ാം തീയതി, 14-ാം തീയതി, 5-ാം തീയതി ഇങ്ങനെ ക്യാഷ് പോകുന്നുണ്ട് കിച്ചുവിൻ്റെ. ലക്ഷങ്ങളാണ് ഗൈസ് പോകുന്നത്. നിങ്ങളത് കാണാതെ പോകരുത്. കോപ്പ്. കിച്ചുവിന് ചിലവിന് വേണമെന്ന് പറയുമ്പോൾ ക്യാഷ് പോകുന്നുണ്ട്. മനസ്സിലായോ നിങ്ങൾ? അതായത് അപ്പോൾ നിങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടിട്ടെങ്കിലും ഈ ഒരു തെളിവ് വെച്ചിട്ടെങ്കിലും കിച്ചുവിൻ്റെ എന്ത് കാര്യങ്ങളാണ് രേണു ചെയ്യാത്തത് എന്നാണ് എനിക്ക് ചോദിച്ചത്. അവന് വേണ്ടത് പൈസയും കോപ്പൊന്നും ആയിരുന്നില്ല. ഒരമ്മയുടെ സ്നേഹം കിട്ടേണ്ട സമയത്ത് അതായിരുന്നു വേണ്ടിയിരുന്നത്. അല്ലാണ്ട് കുറേ പൈസ വാരി അവൻ്റെ കൊടുത്തിട്ട് എന്തേലും കാര്യമുണ്ടോ? അവന് അമ്മയുടെ സ്നേഹം കിട്ടേണ്ട സമയത്ത് ആ അമ്മയുടെ സ്നേഹമായിരുന്നു രേണു കൊടുക്കേണ്ടിരുന്നത്. അത് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും കാര്യങ്ങൾ കിച്ചു വന്ന് പറയത്തില്ലായിരുന്നു. അത് കൊടുക്കാത്തതുകൊണ്ടാണ് കിച്ചു വന്ന് കാര്യങ്ങൾ പറഞ്ഞത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മക്കൾ അമ്മ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ള ബോധമുള്ള മക്കൾ വന്ന് ഇതുപോലെ പറയുമോ? പറയത്തില്ല. അതില്ലാത്തത് കൊണ്ടാണ് കിച്ചു വന്ന് ഇതൊക്കെ പറയേണ്ടി വന്നത്. അവനൊരു മോറൽ സപ്പോർട്ട് കിട്ടേണ്ട സമയത്ത് മോറൽ സപ്പോർട്ട് കൊടുക്കണമായിരുന്നു. സ്നേഹത്തിൻ്റെ സമയത്ത് സ്നേഹം കൊടുക്കണമായിരുന്നു. കെയറിൻ്റെ സമയത്ത് കെയർ കൊടുക്കണമായിരുന്നു. അതൊന്നും കൊടുക്കാതെ തേരാപാര നടന്നിട്ട് പൈസ കൊടുത്ത കണക്കം കൊണ്ട് കെട്ടിയെടുത്ത എഴുന്നള്ളൊക്കെ പറയണങ്ങൾ. പലരും പറയുന്നുണ്ട് കിച്ചുവിനെ അവളെ സ്നേഹിച്ചില്ല, അല്ലെങ്കിൽ കിച്ചുവിൻ്റെ കാര്യം നോക്കിയില്ല, ഇങ്ങനത്തെ ഒരു ഗതികേട് വന്നു പോയല്ലോ. ഏതമ്മമാരാണ് ഇത്രയും ക്യാഷ് കൊടുത്തിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇത് തെളിവാണ്, നല്ലൊരു തെളിവാണ്. അവനെ സപ്പോർട്ട് ചെയ്യുന്നു, അവനെ സ്നേഹിക്കുന്നു. അതല്ലെങ്കിൽ പിന്നെ ഈ കിച്ചുവിനെ നോക്കേണ്ട കാര്യമില്ല ഇവർക്ക്. ഈ പറയുന്ന പോലെ ആണെങ്കിൽ കിച്ചുവിനെ നോക്കേണ്ട കാര്യം എന്തായിരുന്നു? രേണുവിന് ഇത്രയും ക്യാഷ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? കാരണം എനിക്ക് ഓൾറെഡി അറിയാം ഇത്രയും ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു തള്ളേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എല്ലാ അമ്മമാരും അവരുടെ മക്കൾക്ക് പൈസ കൊടുക്കുന്നുണ്ട് എന്നും കരുതിയിട്ട് ഞാൻ ഇത്രയും കാശ് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് അവർ പാടി നടക്കാറില്ല. അതിപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഏതൊരുമാതിരി ആരോ എന്തോ പറഞ്ഞു എടുത്ത് പുറത്തിടാൻ പറഞ്ഞത് ആണ്ടേ ഇരിക്കുന്നു, കുറേ സ്ക്രീൻഷോട്ടും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. എന്ത് അമ്മമാർ തന്നെ വേണ്ട. നമ്മുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് നമ്മുടെ കസിൻസിൻ്റെ അമ്മയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും അമ്മമാർ വന്നാൽ പോലും തിരിച്ചു പോകുന്ന സമയത്ത് ആ പിള്ളേർക്ക്, അവിടെയുള്ള പിള്ളേർക്ക് പൈസ കൊടുത്തിട്ട് പോകും. അറിയാവോ? അത് അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു സ്നേഹവും അവരോട് തോന്നുന്ന ഒരു ഇതും കൊണ്ടാണ്. അല്ലാണ്ട് രേണുസുതിനെ പോലെ ആരെയിലൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എപ്പെങ്കിലൊക്കെ ഇതൊക്കെ പുറത്ത് വരും, അതുകൊണ്ട് നമുക്കിത് കുറച്ചൊക്കെ കൊടുത്ത് വെച്ചേക്കാന്ന് പറഞ്ഞിട്ടല്ല. നിങ്ങളുടെ സംസാരം കേട്ടാൽ തോന്നും കോടികളാണ് രേണുസുതി കൊടുത്തേക്കുന്നതെന്ന്. ഈ സുതി മരിച്ച സമയത്ത് കുറേ പൈസ കിട്ടിയായിരുന്നല്ലോ. അതൊക്കെ ബ്യൂട്ടി പാർലറിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് രേണുസുതി കഴിഞ്ഞല്ലേ. അതുകൊണ്ട് കുഴപ്പമില്ല. അതിൽ നിന്ന് കുറച്ച് പൈസ കിച്ചുവിന് കൊടുത്തു എന്നങ്ങ് വിചാരിച്ചാൽ മതി നിങ്ങളൊക്കെ. കേട്ടോ, രേണുസുതിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയ അമ്മച്ചിമാരെ. പിന്നെ സജീന അമ്മച്ചി ഇറങ്ങിയിട്ടുണ്ട്. അത് അതിനേക്കാളും ബോധമില്ലാത്തൊരു സ്ത്രീ. ഫോണും പൊക്കി പിടിച്ച് സ്ക്രീൻഷോട്ടും കാണിച്ചിട്ട് പറയാം ഞാനിവിടെ വച്ചേക്കാം. അതിനുള്ള ആ എമൗണ്ട് മൊത്തം ആൾക്കാരെ കണ്ടു. ബോധമില്ലാത്ത കുറേ എണ്ണം ഇങ്ങനെ.